ഹായ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ എന്താണ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ വീട്ടിലൊക്കെ ഇരുന്ന് പുറത്തൊക്കെ ഒന്ന് കാണാനുള്ളൊരു കൊതിയൊക്കെ ആയി. അങ്ങനെ പുറത്ത് വന്നു. ഇങ്ങോട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ലോങ് ട്രിപ്പ്. ഫുജേറ ഏരിയയിൽ ഒരുപാട് ഹിൽസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. ഗൾഫിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ബിൽഡിംഗ് ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലകളും മലകളുടെ ഒരു കണ്ടം പോലെയാണ്. അതിൻ്റെ ഒരുപാടുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ യാത്ര പോകുന്നതും. അപ്പോൾ നമ്മുടെ വീട് ആ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഫുജേറ എന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും അങ്ങനെ ഒരു ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരുമാതിരിപ്പെട്ടവർക്ക് ഇവിടെ ഉള്ളവർക്കും പിന്നെ നമുക്ക് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അല്ലാത്ത ഇങ്ങനെയുള്ളൊരു ഏരിയ കുറവാണ് നമുക്ക് കാണാനായിട്ട്. കാരണം അതേപോലെ മലകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അങ്ങനെ ഒരു സ്ഥലം. പിന്നെ ഈന്തപ്പനയും അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പക്ഷേ കാണാനായിട്ട് ഭംഗിയുണ്ട്. വളരെ പരന്ന് കിടക്കുവാണ്, മരുഭൂമി പോലെ തന്നെ. അതിന് പകരമായിട്ട് മലകൾ അങ്ങ് പരന്ന് കിടക്കുന്ന ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോയും കൂടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാത്തവർക്ക് കാണാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാം. അപ്പോൾ അത് നമുക്ക് കാണാം, മനസ്സിലാക്കാം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്കതൊരു സപ്പോർട്ടായിരിക്കും. അങ്ങനെ ഇങ്ങ് വന്നു കേട്ടോ. ഇങ്ങ് നേരെ പോകുന്ന പാടെ നമ്മളൊരു ഹാങ്ങിങ് ഗാർഡൻ ഏരിയ ഒക്കെ പറയാം. അതായത് ഒരു മലകൾ കൂടുതലുള്ള സ്ഥലമാണല്ലോ നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു സൈഡിലേക്ക് വന്ന പാടെ ഇവരെ കേട്ടോ ആദ്യം കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി മലകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം സൈഡിൽ തന്നെ കയറിയ പാടെ നമ്മൾ ഇവരെ കണ്ടു കേട്ടോ. ഞങ്ങളെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നേ. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമോ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ഞങ്ങളെ കുറേ നേരം നോക്കി കേട്ടോ. പാവങ്ങൾ കണ്ടാൽ നമുക്ക് സങ്കടം വരുവേ. ഒന്നും അങ്ങനെ കഴിക്കാനില്ലല്ലോ. പിന്നെ ഈ മരങ്ങളും ഈ ഉണക്ക മരങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ അത് സങ്കടം തോന്നുന്നുണ്ട് ഞങ്ങൾ പോന്നു കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും കൊടുക്കാനും ഇല്ല. നാട്ടിൽ വല്ലതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ കഴിക്കണത് എന്നാന്നും അറിയത്തില്ല, കൊടുക്കാനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ. ഈ ഏരിയ ഒക്കെ ഇങ്ങനെ ചുമ്മാ കിടക്കുകയാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ ഈ ഒട്ടകമൊക്കെ വന്ന് നിൽക്കും, അതിൽ നടക്കുന്നതൊക്കെ കാണാം കേട്ടോ. മരുഭൂമിയാണെന്ന് ചോദിച്ചാൽ മരുഭൂമി അല്ല, എന്നാൽ മരുഭൂമിയാണ്. അങ്ങനെ ഒരു അവസ്ഥ. ആ മണലൊന്നും ഈ ഒരു ഏരിയയിൽ അങ്ങനെ കാണാനില്ല. അതിവിടെ നിന്ന് മാറിയിട്ട് കുറേ ഏരിയയിൽ അങ്ങോട്ട് മാറുമ്പോൾ എല്ലാം ഡെസേർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ വേറൊരു ടൈപ്പ് ഒരു ഏരിയ ആണ്. ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് കഴുത പോലെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. പിന്നെ ഒരു സൈസ് ആടുകളെയൊക്കെ കാണാം കേട്ടോ. ഒരു സൈസ് പ്രത്യേക കൊമ്പൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ പോരാത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാറ് കയറിയിട്ടുണ്ട്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മഴയുണ്ടോയെന്നും കൂടെ നോക്കിയാണ് മനസ്സിലൊരു ഇറങ്ങിയത് കേട്ടോ. മഴയുണ്ടെങ്കിലും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം നമ്മൾ നാട്ടിലെ പോലെ കേരളത്തിലെ പോലെ ഇവിടെ മഴ കിട്ടില്ല കേട്ടോ, അതാണ്. പിന്നെ വല്ലപ്പോഴും കിട്ടിയാലായി. അപ്പം നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് മുകളിലൊരു ഡാമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഓപ്പോസിറ്റായിട്ട് ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്, അതതിൻ്റെ പേര്. അപ്പോൾ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടേക്കാണ്, നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഞാൻ ഗോപ്രോ മുകളിലേക്ക് വെച്ച് വീഡിയോ എടുത്തേക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കാതിരിക്കാം, നിങ്ങളതൊന്ന് കാണണം കേട്ടോ, സൗണ്ട് ലൈവായിട്ട്.
ഞാൻ പറഞ്ഞ ആ ഒരു ഹാങ്ങിങ് ഗാർഡൻ അതുകൊണ്ട് ആ കാണുന്ന വെള്ളച്ചാട്ടം ഓസ് കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത് വെള്ളം മുകളിൽ നിന്ന് ഓസിക്കൂടെ വരുന്ന കേട്ടോ. പക്ഷേ കണ്ട നല്ല നാച്ചുറലായിട്ട് രണ്ട് സൈഡും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. വെറും മലയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അതേൽ അവർ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നേരെ നോക്കിയ ടണൽ, ഇപ്പുറത്ത് മല, അപ്പുറത്ത് ഗാർഡൻ. എന്തായാലും പിന്നെ ഇരുന്ന് ഞാൻ നല്ല തള്ളായതുകൊണ്ട് മുന്നിലിരിക്കുന്ന ഇച്ചായി നല്ലോണം ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ച് പറന്ന് പോവാണ് കേട്ടോ. അതാണ് സത്യാവസ്ഥ. ഇത് ഈ കാണുന്ന പോലെ ഒന്നും പറയണ്ട, എന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് സംസാരിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ടണൽ കഴിഞ്ഞങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ അവസ്ഥ. മലകൾ മലകൾ മലകൾ. മമ്മി മലകൾ കണ്ട് മടുത്ത് കേട്ടോ. മല മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മിക്കും കാണാനായിട്ടുള്ളൂ. ഇതിലും ഭേദം കേരളം ആയിരുന്നല്ലോ എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അല്ല, സത്യാവസ്ഥ അതാണ്. എന്ത് ഭംഗിയാണ് നമ്മുടെ കേരളം കാണാനല്ലേ. ഇവിടെ മല മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു 100 കിലോമീറ്റർ അപ്പുറം ദുബായ്, ബിൽഡിങ് മാത്രം. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ ഭംഗിയൊന്നും ഒരിടത്ത് ചെന്നാലും കിട്ടത്തില്ല. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ, ഇവിടെ ഈ കല്ലൊക്കെ പൊടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സിമെൻറ്റ് തേച്ചും കൂടെ ഉണ്ട്. സിമെൻറ്റ് ഇട്ടിട്ട് തേച്ച് പിടിപ്പിച്ചേക്കാണ് ആ ഒരു ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മലകളുടെ ഒരു കണ്ടം എന്ന് വേണേൽ പറയാം. അങ്ങനെ മലകൾ മാത്രം, എങ്ങോട്ട് നോക്കിയാലും മലകൾ. മനുഷ്യൻ്റെ കാല് തൊടാത്ത സ്ഥലങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതേപോലെ ഒരു കല്ല് മാത്രമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വരുമാനവും കൂടിയാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കേ. അതായത് ഇവരിത് പലതരത്തിൽ വേർതിരിച്ചെടുത്ത് ഗ്രാനൈറ്റും പിന്നെ ഇത് വീട് പണിയുന്നതിൻ്റെ നമ്മുടെ ബിൽഡിങ് പണിയാനായിട്ടുള്ള ഇതിനായിട്ടും പിന്നെ പല പല ഇതിലേക്ക് ടൈൽസായിട്ടും എല്ലാ രീതിയിലേക്കും ഇത് മാറ്റിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. മലയുണ്ട്, അത് വെട്ടി വെട്ടി കുറയ്ക്കുന്നുണ്ട്, പൊട്ടിച്ച് മാറ്റുന്നുണ്ട്, വിൽക്കുന്നുണ്ടെന്നറിയാം. ഇത് കല്ലായിട്ട് തന്നെ വിൽക്കുവാണ്. അങ്ങനെ നല്ലൊരു വരുമാനം അവർക്ക് കിട്ടുന്നുണ്ടെന്നറിയാം. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മത്സ്യസമ്പത്ത് വലിയൊരു സമ്പത്താണിവിടെ. പിന്നെ ഈ മലകളും കാര്യങ്ങളും വന്നപ്പോൾ തൊട്ട് ഈ മലകൾ നല്ലോണം കാണാം. പിന്നെ കാണാതെ അങ്ങ് ദൂരെ കണ്ടോ ഈ അതിൻ്റെ മുകളിലായിട്ട് വീട് പണിത് വെച്ചേക്കുന്നുണ്ട്. നല്ല ഒറ്റപ്പെട്ട വീടുകളൊക്കെ മലമുകളിലൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭംഗിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ കാണാനും ഭംഗി, പിന്നെ അവർക്ക് താമസിക്കുകയും ചെയ്യാം. വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് അത് പണിതിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഈ പണ്ട് ഓല മേഞ്ഞിട്ടുള്ള രീതിയായിരുന്നു പണ്ട്, മണ്ണ് കൊണ്ടുമൊക്കെ. എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെയുള്ള ഫോർട്ടിൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഏരിയ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ രീതിയിലും വീട് എങ്ങനെയായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എടുത്ത വീഡിയോ അതാണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഇവർക്കിതൊക്കെ ഒരു വലിയ ആദായമാണ് ഈ കാണുന്ന മലകൾ. അപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഓക്സിജൻ നല്ല കണ്ടൻറ്റൊന്നും ഇല്ലാതെ, മീൻസ് ഈ കണ്ടൻ്റല്ല, ഓക്സിജൻ കണ്ടൻ്റ് ഇല്ലാതെ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മടുത്തിട്ട് എങ്ങോട്ടേലും പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ വണ്ടിയെടുത്ത് പോകുന്ന കേട്ടോ കാണുന്നത്. കാരണം നമുക്ക് അത്രയും ബോറടിക്കും വീട്ടിലിരിക്കുമ്പോഴേ. പിന്നെ ഈ കാണുന്ന അൽബാഹർ ഹോട്ടലാണ് കേട്ടോ നമ്മുടെ സർക്കിട്ട് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മിസ്റ്റർ ആസിഫ് അലി വന്നപ്പോൾ താമസിച്ചിരുന്ന ഹോട്ടൽ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയത്ത് എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്ന സമയത്ത്, എഡിറ്റിങ്ങിൻ്റെ സമയത്ത് അകത്തായിപ്പോയി. പിന്നെ നല്ല സമയം കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ചെന്നൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടി. അതാണ് വലിയൊരു സത്യാവസ്ഥ. ചെന്നപ്പോഴത്തേക്കും മഴ തുള്ളാൻ തുടങ്ങി. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ആസ്വദിച്ചു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങളോടിത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. കാരണം അത്രയ്ക്കും ആഗ്രഹിച്ചാണ് ഒരു മഴ കാണാൻ വേണ്ടി ഇരുന്നത്. ഒരുപാട് വർഷമായി മഴ കണ്ടിട്ട്, ഒരു 2 വർഷത്തിന് മേലെയായി കേട്ടോ. അപ്പോൾ അങ്ങനെ മഴ കിട്ടിയിട്ടേ ഇല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. പിന്നെ ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴും കണ്ടാലായി, അത് ഒത്തു കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഏതായാലും ചെറിയൊരു ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ദുബായിക്കൊക്കെ പോകുന്ന വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത് ട്രാഫിക്കിൽ കിടക്കുന്ന ഇതാണെങ്കിൽ കുറച്ചും കൂടെ
പോകാമല്ലോ. അങ്ങനെ അത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. കാരണം നമുക്കൊരു സൈസ് ആക്രാന്തമായിരുന്നു മഴ കണ്ടപ്പോൾ. നമ്മൾ നാട്ടിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ മഴയുടെ ഫീലല്ല സത്യത്തിൽ, അത് വേറൊരു ഫീലാണ്. എന്നാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടിമിന്നുന്നു. കിട്ടാതെ കിട്ടാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെയിൽ കൂടി 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 അങ്ങ് വല്ലാത്തൊരവസ്ഥയിരിക്കുമ്പോൾ ഇതേപോലെ മഴ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പം നമ്മൾ ഷൗക്ക ഏരിയ അങ്ങനെയൊക്കെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറേ ഏരിയയിൽ ഇങ്ങനെ പോയി. ഇപ്പം ഞാൻ എവിടെയോ നിർത്തിയപ്പോൾ നമ്മളവിടെ ഒന്ന് ഫുൾ കറങ്ങിയെടുത്ത കേട്ടോ വീഡിയോ ഒക്കെ. അപ്പോൾ എനിക്ക് സമയം കുറവാണെന്ന് വേണേൽ പറയാം. കാരണം സമയത്തിൻ്റെ അല്ല, എല്ലാം കൂടെ ഓടുന്നില്ല വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോപ്പി ചെയ്തെടുത്തപ്പോൾ അവിടെ എവിടെയൊക്കെ വീഡിയോ ആയിപ്പോയി. പിന്നെ ഒന്ന് റീകറക്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡൊന്നും വരുന്നില്ല. കാരണം അപ്ലോഡ് ചെയ്യാനേ നമുക്കൊരു മൈൻഡ് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും ടൈം വേണം. അത് കിട്ടുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞ ആ മലകൾ കിടക്കുന്നത് കേട്ടോ. അത് താഴേക്ക് നോക്കിയാൽ അറിയാം വണ്ടിയുടെ സ്പീഡ് എത്രമാത്രമാണെന്ന്. ഇങ്ങനെ വേറൊന്നുമില്ല, ഇത് കൂടുതലായിട്ട് ഇതുണ്ട്. മഴ പെയ്തിട്ട് ഈ ഏരിയയിലൊക്കെ വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങാൻ കുറേ നാളെടുക്കും. പെട്ടെന്ന് നമ്മുടെ നാട്ടിലത്തെ പോലൊന്നും ഇറങ്ങിപ്പോകത്തില്ല കേട്ടോ, അങ്ങനെ കിടക്കും. ഇതിങ്ങനെ റോട്ടിൽ കിടക്കുന്ന വെള്ളം ചെതറിയതാണ്. കാരണം അതുപോലെ റോട്ടിൽ വെള്ളം കയറും, ആ സൈഡിലൊക്കെ ഇതുപോലെ വെള്ളം കയറി പതുക്കെ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം അന്നേരം ഇറങ്ങുമല്ലോ. ഇവിടെ ആ വെള്ളം ഇറങ്ങാത്തത് കൊണ്ടാണ് നേരത്തെ മഴ പെയ്തപ്പോൾ ഒക്കെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയത്. അപ്പോൾ ഇതുപോലെ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വാദിയൊക്കെ ഉണ്ടാവും. ഈ മലമുകളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളച്ചാട്ടം രൂപാന്തരപ്പെട്ടാതെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാവുകയാണ്. എന്നിട്ട് പിന്നെ പിന്നെ അവിടെ വെള്ളച്ചാട്ടമായി, പിന്നെ റോഡിലേക്കായി, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് കവിഞ്ഞൊഴുകും. പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ പ്രശ്നങ്ങളാണ്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മഴ പെയ്താലും കൊള്ളത്തില്ല, പെയ്യാതിരുന്നാലും കൊള്ളത്തില്ല, അങ്ങനെ ഒരു ഇത്. വെള്ളം താഴുന്നില്ല, അതാണൊരു അവസ്ഥ. പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മഴ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ മെസ്സേജ് പാസ് ചെയ്യും, ഇൻ്റെ അടുത്ത് മഴയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഊഹിച്ച് വന്ന് പിന്നെ അവിടെ ഒരു ഒരു എന്താണ് ഇവർ മറ്റേ വണ്ടി കൊണ്ട് റൈഡാണ്, അതിലെല്ലാം കയറി ഇറങ്ങി ഒരു ഒരു രസമാണ് അവർക്ക്. പിന്നെ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്നതും ഇതിൽ ഇറങ്ങുന്നതും കാണുന്നതും ഒക്കെ. ഇപ്പം തന്നെ നമ്മൾ ഈ പോകുമ്പോൾ റൂട്ടിൽ പോകുമ്പോൾ കാണാം മിനിറ്റ് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നു കേട്ടോ വണ്ടിയും കൊണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെ ഒറ്റപ്പെട്ട് നല്ല നല്ല വണ്ടികളാണ്. എല്ലാവരും ഈ വെള്ളം കാണാനുള്ള ആഗ്രഹം കൊണ്ടിട്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതേക്കുറിച്ച് ലോങ് ആയിട്ട് ഇത് കണ്ടപ്പോൾ ഞാനിത് എടുക്കാനുള്ള കാരണം ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ മലകളുടെ ആ ഒരു ഭംഗിയും ഈ ഇത്രയും ഏരിയയിൽ, അതായത് ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ബിൽഡിങ്ങാണ് കൂടുതലും, ബിൽഡിങ്ങുകൾ അങ്ങനെ. അപ്പോൾ ദുബായ് ആ ഒരു മൈൻഡാണല്ലോ. അപ്പോൾ ദുബായിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ മാറി ഫുജേറ ഏരിയയിലേക്ക് വന്നാൽ ഇങ്ങനെയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങ് മാറിയ ഒമാനാണ്. അപ്പോൾ ഈ ഫുജേറ ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയത എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. മലകളും ഉണങ്ങിയ മരങ്ങളും പച്ച മരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പച്ച മരങ്ങളുള്ള ഭാഗം ഈ കാണുന്നതാണ്. കുറച്ച് ഈന്തപ്പനയൊക്കെ നിൽക്കുന്നുണ്ട്, ഞാൻ വെള്ളം കയറിയിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി സ്ലോയിലെടുത്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫാസ്റ്റിൽ ഞാൻ ഇച്ചിരി കുറച്ചിട്ടു. കാണുന്നില്ലേ വെള്ളം കയറിയിട്ട് കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ ലൈവായിട്ട് അതേ സമയത്ത് സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ സംസാരം കാരണം നിങ്ങൾക്ക് പകുതി മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി ഞങ്ങൾ ചെറുതായിട്ട് നിർത്തിയിട്ടു. അന്നേരം ഇച്ചായി അതിലെയൊക്കെ ഇറങ്ങിപ്പോയി എന്തൊക്കെയോ മേടിച്ചുകൊണ്ടൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വണ്ടിക്കകത്തിരുന്നു. അങ്ങനെ നല്ല മഴയൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ മഴ കണ്ടപ്പോൾ ഉള്ള ഒരു ആഗ്രഹവും ആക്രാന്തവും എന്താണെന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിപ്പും മട്ടും ഭാവവും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഇതെല്ലാം എന്താണ് മഴ കാണാതെ കണ്ട് വൈശാലി സിനിമയിലെ അവസ്ഥയാണ്. അതാണ് ഇത് നിൽക്കുന്നത്. കണ്ടല്ലോ, ഇതെല്ലാം അകത്തിരുന്ന് മമ്മി കണ്ടിട്ട് വിചാരിക്കുകയാണ്, ദൈവമേ ഈ മനുഷ്യന്മാർക്ക് ഇത്ര ആക്രാന്തമാണ്, നാട്ടിൽ പോയി താമസിച്ചാൽ പോരെന്ന് കേട്ടോ. ഇനിയുള്ള എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇവർക്കൊക്കെ വെള്ളം കണ്ടിട്ടില്ലാത്ത പോലെ നിൽക്കുകയാണല്ലോ. ഇവർക്ക് നാട്ടിൽ വന്ന് താമസിച്ചൂടെ? കണ്ടോ 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 കണ്ടോ. അത് തന്നെ. എന്ത് ചെയ്യാനാ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പൈസ ഇല്ല.
ഇവിടെ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കഷ്ടിമുഷ്ടി അങ്ങ് ജീവിച്ചു പോകും, അത്ര തന്നെ. പിന്നെ ഇങ്ങനെ വെള്ളമായി മഴയായി വല്ല കാലത്തും വെള്ളം കിട്ടിയാലായി അങ്ങനെയൊക്കെ. എന്നാലും ആ അങ്ങ് തട്ടിമുട്ടി ജീവിക്കാമെന്ന് പറയാമെന്ന് മാത്രം, വേറൊന്നുമില്ല. ആഹാ, ഒറ്റ ചെറിയൊരു മഴ പെയ്തേ ഉള്ളൂ, ഇതാണ് അവസ്ഥ. ഒരു ദിവസങ്ങളോളം മഴ പെയ്തിട്ട് വെള്ളം കയറി പോലെയില്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നതെന്നല്ലേ. അപ്പം ഞാനിതിൻ്റെ എല്ലാ രീതിയിലും ഞാനൊന്ന് എടുത്ത് കാണിച്ചാണ് കേട്ടോ. ഓരോ ഏരിയയിലും മഴ പെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ. ഇനി കുറച്ചങ്ങ് മാറിക്കഴിയുമ്പോൾ മഴയേ വന്നിട്ടില്ല, അതാണ് രസം. കുറച്ചപ്പുറത്തോട്ട് നല്ല വെയിലായിട്ട് കിടക്കുക, ഒന്നും വന്നിട്ടില്ല. അതാണ് ഈ ചില സ്ഥലങ്ങളിലെ മഴ കിട്ടുന്നുള്ളൂ, ചില ഏരിയ മാത്രം കേട്ടോ. ഇതുണ്ടോ, ചില ഏരിയയിലൊക്കെ ഇവരിങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വെള്ളം പോകാനൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ഗ്ലാസ് തുറന്ന് വെച്ചിട്ടില്ല, കൈ കൊച്ചുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്പീഡിൽ പോകുമ്പോൾ കാറ്റ് കയറുമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്ലാസ്സിലേക്ക് ക്യാമറ ഇങ്ങനെ അടുപ്പിച്ചപ്പം ഈ ക്ലാരിറ്റിയിലൊക്കെ കാണാം കേട്ടോ. അകത്തിപ്പിടിച്ച വെള്ളത്തുള്ളികളൊക്കെ കാണാം. അങ്ങനെ നല്ല ഭംഗിയില്ലേ വെള്ളം കയറി കിടക്കുന്ന കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെയായിരുന്നു കേട്ടോ പോയത്. ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യുന്നത്, എൻ്റെ പിറ്റേ ദിവസമാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അതൊക്കെ ഒരു വെറൈറ്റി അല്ലേ. പിന്നെ ഈ വഴി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്താണ്, ഫുജേറയ്ക്കപ്പുറം ഒമാനടുത്തായിട്ട്, ഒമാൻ്റെ ബോർഡറാണ്. ഒമാന് പോകണ്ട, ഫുജേറ തന്നെ UAE തന്നെ ഉള്ള ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ഇതുപോലുള്ള മഴയൊക്കെ ഇടയ്ക്ക് കാണാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നെറ്റിൽ നോക്കിയാൽ മതി. പിന്നെന്താ, അങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ. ഇനി പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇടയ്ക്ക് കാണാം. ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും പിന്നെ അധികം കിട്ടിയില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കാണാം. പിന്നെ ഇതല്ലാതെ ഫിറ്റ്നസ് വീഡിയോസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോസും ഉണ്ട്, അത് ട്രാവൽ ചെയ്താൽ മാത്രം കൂടുതലായിട്ടും. അപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും, ഫിറ്റ്നസ്സും തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസിലുണ്ടാവും. അപ്പം അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണം, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്